നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രപഞ്ചം എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടാവ് വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയതല്ലെങ്കിലോ, മറിച്ച് ഒരു കോസ്മിക് അബദ്ധത്തിലൂടെ അല്ലെങ്കിൽ ഒരു അപകടത്തിലൂടെ സംഭവിച്ചതാണെങ്കിലോ? അതെ, കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമെന്ന് തോന്നാവുന്ന എന്നാൽ വളരെ ആഴത്തിലുള്ള ഗ്നോസ്റ്റിക് മിത്തോളജിയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ചുറ്റുമുള്ള ഈ ലോകത്തേക്ക് നോക്കിയിട്ട് ഇവിടെ എന്തോ വലിയൊരു തകരാറുണ്ടല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ശരിയല്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ ഗ്നോസ്റ്റിക് ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്നത്തെ വിഷയങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. സകലതിനും മുമ്പുള്ള മൊണാഡ്, അതിൽ നിന്നുണ്ടായ ഇയോണുകളുടെ ഘടന, പിന്നെ സൊഫിയയുടെ വീഴ്ച, അന്ധനായ സൃഷ്ടാവിന്റെ ജയിൽ, അവസാനമായി നമ്മുടെ ഉള്ളിലെ ആ ദിവ്യത്വത്തെ ഉണർത്തൽ, ഈ സമ്പൂർണ്ണതയിൽ നിന്ന് ന്യൂനതകളുള്ള ലോകത്തിന്റെ സൃഷ്ടിയിലേക്കും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങേണ്ടത് ദ്രവ്യവും പ്രകാശവും എന്തിന് സമയവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപുള്ള ഒരവസ്ഥയിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, മൊണാഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ആദിമ സ്രോതസ്സ് ആജ്ഞകൾ നൽകുകയോ ആകാശത്തു നിന്ന് മിന്നലുകൾ അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ പൂർണ്ണതയിൽ അങ്ങനെ നിലകൊള്ളുകയാണ്. അതിനെന്തിൻ്റെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല അത് സൃഷ്ടിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ഊർജം അതിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നക്ഷത്രങ്ങൾക്ക് പിന്നിലെ സ്വർഗത്തിൽ നിന്നല്ല, മറിച്ച് പ്ലിറോമ എന്ന് വിളിക്കുന്ന സമ്പൂർണമായ ഒരു ശാന്തതയിൽ നിന്നാണ്. യാതൊരു കുറവുകളുമില്ലാത്ത തികഞ്ഞ സന്തുലിതാവസ്ഥയിലുള്ള അനന്തമായ ഒരു പ്രകാശവലയം. അതൊന്ന് നിങ്ങളുടെ മനസ്സിൽ സങ്കൽപ്പിച്ചു നോക്കൂ. ഇനി നമുക്ക് ഇയോണുകളുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കാം. ഈ മൊണാഡ് നിറഞ്ഞൊഴുകിയപ്പോൾ അതിൽ നിന്ന് ബുദ്ധിയുടെ വലിയ തരംഗങ്ങളുണ്ടായി. അത് അതിമനോഹരവും ചിട്ടയാർന്നതുമായ ഒരു ദിവ്യഘടന രൂപപ്പെടുത്തി. ദൈവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ ഈ ആശയങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നോക്കൂ, ഇയോണുകൾ എന്ന് പറയുന്നത് നമ്മൾ സിംഹാസനത്തിലിരുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളല്ല, മറിച്ച് സ്നേഹം, ജ്ഞാനം, സത്യം തുടങ്ങിയ ദിവ്യബുദ്ധിയുടെ ജീവിക്കുന്ന തത്വങ്ങളാണ്. സത്യത്തിൽ അവ മൊണാഡിന്റെ തന്നെ പല പ്രകടനങ്ങളാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ഇയോണുകൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിലനിന്നിരുന്നത്. അവ CCGs എന്ന് വിളിക്കപ്പെടുന്ന തികഞ്ഞ ജോഡികളായാണ് ഉത്ഭവിച്ചത്. അതായത് ഒരു പുരുഷതത്വവും ഒരു സ്ത്രീതത്വവും ചേർന്ന് ഒരു പൂർണ്ണതയുണ്ടാകുന്നു. മനസ്സും സത്യവും അല്ലെങ്കിൽ വചനവും ജീവനും പോലെയുള്ള തികഞ്ഞ സന്തുലിതാവസ്ഥ. ഇതെത്ര ഗംഭീരമായൊരു ആത്മീയ ഘടനയാണെന്ന് നോക്കിയേ. ആകെ 30 ഇയോണുകൾ. മൊണാഡ് എന്ന പരമമായ സ്രോതസ്സിൽ നിന്നുള്ള അകലമനുസരിച്ച് അവയെ 3 വ്യത്യസ്ത തരങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ഒഗ്ഡോഡ്, ഡെക്കാഡ്, ഡൊഡെക്കാഡ് എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്ന തലമായ ഒഗ്ഡോഡിലേക്ക് ഒന്ന് സൂമിൻ ചെയ്തു നോക്കിയാൽ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ തികഞ്ഞ യോജിപ്പിൽ ജോഡിയാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ദ്രവ്യമോ വിള്ളലുകളോ ഒന്നുമില്ലാത്ത തികച്ചും പരിശുദ്ധമായ ആശയങ്ങൾ. ആഴവും നിശബ്ദതയും ചിന്തയും സത്യവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ എത്രയൊക്കെ തികഞ്ഞ യോജിപ്പുള്ളൊരു ലോകമാണെങ്കിലും എവിടെയെങ്കിലും ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ടല്ലോ. അതാണ് നമ്മളെ ഡൊഡെക്കാഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇയോണിലേക്കെത്തിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ കഥയുടെ ഗതി തന്നെ മാറുന്നത്. ഈ സംഭവ പരമ്പരകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സോഫിയ അഥവാ ജ്ഞാനം ഒരിക്കലും ഒരു ദുരുദ്ദേശത്തോടെയല്ല പ്രവർത്തിച്ചത്. പൂർണ്ണസത്യമായ മൊണാഡിനെ നേരിട്ടറിയാനുള്ള അവളുടെ അതിയായ ആഗ്രഹം പ്ലിറോമയുടെ ആ എഴുതപ്പെടാത്ത നിയമങ്ങളെ തെറ്റിച്ചു. അങ്ങനെ അവൾ തന്റെ പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചപ്പോൾ അതാ ദിവ്യസന്തുലിതാവസ്ഥയെ തകർക്കുകയും വലിയൊരു വിള്ളലിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു കോസ്മിക് ദുരന്തത്തിന് അവിടെ തുടക്കമായി. സോഫിയ സൃഷ്ടിച്ച ആ ഒരു വിള്ളലിൽ നിന്നാണ് ഗ്നോസ്റ്റിക് മിത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പരിചിതമായ നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ രൂപപ്പെടുന്നത്. ഇവിടെ ഹോറോസ് എന്നൊന്നുണ്ട്. അതിനെ ഒരു വേലിയായോ മതിലായോ ഒന്നും കാണരുത്, മറിച്ച് അത് ദിവ്യമായ സ്ഥിരതയുടെ അവസാന അതിർത്തിയാണ്. പ്ലിറോമയുടെ പ്രകാശം അവിടെ അവസാനിക്കുകയാണ്. അതിനപ്പുറം കെനോമ അഥവാ ശൂന്യത എന്നറിയപ്പെടുന്ന അന്ധകാരവും വലിയൊരു അരാജകത്വവുമാണ്. പ്രകാശത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ട് ആ ശൂന്യതയിൽ സോഫിയയുടെ അബദ്ധത്തിൽ നിന്ന് വികലനായ ഒരുവൻ ജനിച്ചു. അവനാണ് ഡെമിയേർജ്. മൊണാഡിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അന്ധനും അഹങ്കാരിയുമായ ഈ സൃഷ്ടാവ് അവനാണ് യഥാർത്ഥ ദൈവമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ തനിക്ക് സോഫിയയിൽ നിന്ന് ലഭിച്ച ഊർജ്ജം ഉപയോഗിച്ച് അവൻ ഒരു പുതിയ നിർമ്മാണം ആരംഭിക്കുകയാണ്. അവൻ നിർമ്മിച്ചത് മറ്റൊന്നുമായിരുന്നില്ല സുഹൃത്തുക്കളെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൗതിക ലോകം തന്നെയാണത്. സമയവും മരണവും ജീർണതയുമുള്ള ഒരിടം.
ഇതൊരു കോസ്മിക് ജയിലായി രൂപകൽപ്പന ചെയ്ത ന്യൂനതകളുള്ള ഒരു അനുകരണം മാത്രമാണ്. ഇവിടെ നിയമങ്ങളുണ്ടെങ്കിലും യഥാർത്ഥ നീതിയില്ല. സോഫിയുടെ ചിതറിപ്പോയ ദിവ്യ ചൈതന്യങ്ങളെ തടവിലാക്കാൻ അന്ധനായ ആ ശില്പി നിർമ്മിച്ച ജയിലാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ഭയാനകമായ ഒരു മായാലോകമാണിതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെയെല്ലാം തീർന്നോ? ഇല്ല. ഈ കഥ പൂർണ്ണമായൊരു നിരാശയിലല്ല അവസാനിക്കുന്നത്. കാരണം അന്ധനായ ആ നിർമ്മാതാവിന്റെ കൈകളിൽ ഇയോണുകൾ നമ്മെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ രക്ഷയ്ക്കാവശ്യമായ വളരെ മനോഹരമായ 2 വിരുദ്ധ ശക്തികളെ ഇവിടെ നമുക്ക് കാണാം. ക്രിസ്തു മറന്നുപോയ ആ യഥാർത്ഥ ഓർമ്മകളുമായി ഡെമിയർജിന്റെ നിയമങ്ങളെ തകർത്ത് നമ്മെ രക്ഷിക്കാൻ താഴേക്ക് വരുന്നു. അതേസമയം സോഫിയയോ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവരുന്നു. ഗ്നോസ്റ്റിസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പറയുന്ന ഗ്നോസിസ് നേടുക എന്നതാണ്. ഇത് ആർക്കെങ്കിലും ഒളിച്ചുവെക്കാൻ കഴിയുന്ന രഹസ്യ അറിവല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് അനുസരണയോ പാപമോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നത് ഒരു മായാലോകത്താണെന്ന് തിരിച്ചറിയുകയും ഡെമിയർജിന്റെ ഈ ജയിലിൽ നിന്ന് ഉണരുകയും ചെയ്യുക എന്നതാണ്. ഈ ഒരു പ്രത്യേക ചിന്ത എനിക്ക് ശരിക്കും ഇഷ്ടമായി. നിങ്ങൾ ദിവ്യനായി മാറുകയല്ല, മറിച്ച് നിങ്ങൾ എക്കാലവും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റുന്നുണ്ടല്ലേ? നിങ്ങൾ സ്വർഗം നേടാൻ ശ്രമിക്കുന്ന വെറുമൊരു മൺരൂപമല്ല, മറിച്ച് മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വർഗത്തിന്റെ ഒരു അംശം തന്നെയാണ്. ഈ ഒരു വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ പുരാതന ആശയത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങളുടെ തോന്നൽ യഥാർത്ഥത്തിൽ ഇയോണുകൾ നിങ്ങളുടെ സ്വന്തം ആത്മാവിലൂടെ പ്രതിധ്വനിക്കുന്നതാണെങ്കിലോ, നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യമായ വെളിച്ചം ഉണരാൻ സമയമായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണെങ്കിലോ, തീർച്ചയായും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. മറ്റൊരു വിശകലനവുമായി വീണ്ടും കാണാം.